ഹായ് കൂട്ടുകാരെ, രാവിലെ എണീറ്റതും ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു പോരുന്നോ കൂടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഇദ്ദേഹം മോഹൻലാൽ സ്റ്റൈലിൽ പോരുന്നോ കൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. 25 വർഷം മുമ്പ് ഞാൻ പോകുന്നതല്ലേടോ കൂടെ എന്ന് മനസ്സിൽ ചോദിച്ചെങ്കിൽ എങ്ങോട്ടാ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തമിഴ്നാട് ആമ്പൂർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ മറ്റൊന്നും ഞാൻ നോക്കിയില്ല, വേഗം റെഡിയായി. ചെറിയ മോൾ വരുന്നില്ലെന്ന് പറഞ്ഞ് മൂത്ത മോൾ കൂടെ ഉണ്ടായിരുന്നു. മോൾക്ക് 2 ദിവസം കഴിയുമ്പോൾ എക്സാമാണ് ചെറിയ മോൾക്ക്. സോ ആമ്പൂരിലേക്ക് പോകുമ്പോഴുള്ള ബാംഗ്ലൂർ വിട്ടതിന് ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ആമ്പൂർ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളാണിത്. ചുറ്റും മലകളും കല്ലുകളും ഒക്കെയാണ്. അങ്ങനെ കുറച്ച് കൃഷി സ്ഥലങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഉച്ച 1:30 ലേറ്റായിട്ടാണ് വിട്ടത് ഞങ്ങൾ. ഒരു 1:30 ഞങ്ങൾ ഈ പറയുന്ന ആമ്പൂർ എന്ന സ്ഥലത്ത് വന്നു. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ബിരിയാണിയാണ് ആമ്പൂർ ബിരിയാണി. ഒരു ഹോട്ടലിൽ സ്റ്റാർ ബിരിയാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടു. അവിടെ ഞങ്ങൾ ബിരിയാണി ആമ്പൂർ ബിരിയാണി വാങ്ങിച്ചു. പിന്നെന്താ പറയുക, സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല ബിരിയാണി ആയിരുന്നു. അവർ പറഞ്ഞത് മോളാണ് ബിരിയാണി വാങ്ങിച്ചത്. ഞാൻ ഹസ്ബൻഡ് എന്താ പറയുക മട്ടൺ കൊണ്ടുള്ള ഐറ്റംസ്, അതായത് മട്ടൺ കോംബോ എന്ന് പറഞ്ഞുള്ളൊരു ഇതാണ് തന്നെ. പക്ഷെ നമുക്ക് തന്നപ്പം മട്ടൺ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മട്ടൺ കോംബോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് മട്ടൺ കറിയും എന്താ പറയുക മട്ടൺ ഫ്രൈ ഒക്കെയാണ്. ഓക്കെ, എന്നാലും ഫുഡ് വളരെ സൂപ്പറായിട്ടുള്ള ഫുഡായിരുന്നു. അതിനുശേഷം ആമ്പൂരിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്നു അദ്ദേഹം കാണേണ്ട ക്ലയൻസിനെ കണ്ടു അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം ഡീലെല്ലാം കഴിഞ്ഞു. ചെറിയ മഴ, നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ. എപ്പോഴും തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നല്ല വെയിലും കഴിഞ്ഞു. ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു ക്ലൈമറ്റ്, എപ്പോഴും ഇതായിരുന്നു. ചാറ്റൽ മഴയും പിന്നെന്താ പറയുക ഇങ്ങനെ മൂടിക്കിടക്കുന്ന സ്ഥലം. പിന്നീട് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയിൽ എനിക്ക് ശരവണഭവനിലെ സ്പെഷ്യലി ശരവണഭവൻ ഹോട്ടലിലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൈറ്റ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത് അതുകൊണ്ട് തന്നെ ശരവണഭവനിലെ ദോശയും പൊടിയിടലിയൊക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഒരു 9:30 ഞങ്ങൾ തിരിച്ച് ഇതാണ് ബാംഗ്ലൂരിലേക്ക് വാപ്പസ് തിരിച്ച് ഞങ്ങൾ വന്നു. രാത്രിയിൽ നമ്മുടെ ബാംഗ്ലൂരിനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ. സ്വർണ്ണത്തിൽ കുളിച്ച് നിൽക്കുന്ന പുതുമണവാട്ടിയെ പോലാണ് നമ്മുടെ ബാംഗ്ലൂർ. ശരിക്കും ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. ഒരു നൈറ്റ് ഡ്രൈവിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു രസമാണിത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 11:30 വീട്ടിലെത്തി. മോൾ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. മോൾക്ക് നൈറ്റ് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ വന്നപ്പോൾ നൈറ്റിൽ ഒരു നല്ല മട്ടൻ ബിരിയാണി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് മോൾക്ക്. പിന്നെ ആമ്പൂരിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. ഇതൊക്കെ ബാംഗ്ലൂർ കാഴ്ചകളാണ്. എന്താ ഭംഗിയല്ലേ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ ഒരു നൈറ്റ് ഡ്രൈവൊക്കെ പോവാം. നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ബാംഗ്ലൂർ കാണാൻ. ഓക്കെ, ബായ് കൂട്ടുകാരെ.